അവളെ പൊന്നു പോലെ നോക്കണം, അവൾക്കൊരു കുറവും വരുത്തരുതെന്ന്. അവളെ കൊണ്ട് പല പല സ്ഥലങ്ങളിലും ഹണിമൂണ് പോണം. കുറേ നാള് കഴിയുമ്പോ ഒരു കൊച്ചു ദീപക്കിന് കൊച്ചു ഋതിക അമ്മാവര് തരണം. എന്നിട്ട് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാം പോയില്ലേ, ആ രാജു കൊണ്ടുപോയില്ലേ. എനിക്ക് പിന്നെ എന്താ ഉണ്ടായിരുന്നത്? കല്യാണ പെണ്ണ് കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോയിന്ന് കളിയാക്കല് മാത്രം. അപ്പൊ അവനുള്ള പണി ഞാൻ കൊടുക്കാതിരുന്ന ഞാൻ പിന്നെ ഒരു ആണാണോ? കൊടുത്തു. നല്ല അസല് പണി, നല്ലോണം കൊള്ളുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും വന്നു അവനെ ഇറക്കിക്കൊണ്ടു പോവാൻ എന്റെ പുന്നാര അമ്മാവൻ. ഞാൻ അതിനെ എതിർത്തപ്പോ എല്ലാരെയും മുമ്പിൽ വെച്ച് അവൾ എന്റെ കരണത്തടിച്ചു. അമ്മാവൻ കണ്ടില്ലായിരുന്നു അത്? കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എന്നെ അവള് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. എല്ലാരും കാണെ അവൾ എന്റെ കുത്തിനെ പിടിച്ചു. അനങ്ങിയില്ല. അമ്മാവനെ സഹായിക്കാൻ വന്ന ഞാൻ എല്ലാവരുടെയും മുന്നില് ഒരു വലിയ ജോക്കറായി. അല്ല, എനിക്ക് അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, അമ്മാവനവനെ മരുമോനായിട്ട് ഏറ്റെടുത്തോ? അപ്പൊ പിന്നെ ഞാൻ ആരായി? മണ്ടനോ? ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പൊ ഞാനാണ് കേരളത്തിലെ സെൻസേഷൻ. എല്ലാ TV ചാനലിലും ഓൺലൈൻ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഹോട്ട് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. മന്ത്രിയുടെ മകൾ മന്ത്രിയുടെ സഹോദരി പുത്രനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കരണത്തടിച്ചു, അപമാനിച്ചു. ഇതിൽ കൂടുതൽ നാരായണായിട്ട് ഇനി എന്താ ഉള്ളത് അമ്മേ? പോയി, മാനം മുഴുവൻ പോയി. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്മേ? അമ്മാവനെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിലെ വിഷമം ഇപ്പോഴെങ്കിലും അമ്മാവൻ അറിയണം. ഇതല്ലാതെ പറയാൻ എനിക്കൊരു അവസരമില്ല. അതുകൊണ്ടാ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഞാൻ ചെയ്തതിന് എനിക്ക് എന്റേതായ ശരികളുണ്ട്. അത് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഈ സംഭവം ഞാൻ ബോധപൂർവം അങ്ങ് മറക്കുക, ക്ഷമിക്കുക. പക്ഷെ ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാനാവില്ല. ഇപ്പൊ നീ പോ. എവിടെ? ചേച്ചി, എവനെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. മോനെ വന്നേ, വരാൻ വാടാ ഇങ്ങോട്ട്. എന്നാലും അവളെന്നെ അടിക്കാൻ കൊള്ളാം അമ്മേ. അകലേ നോവിനാലേ